വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. ജെറൂസലേമിലേക്ക് യേശുവിൻ്റെ രാജകീയ പ്രവേശനം. ഭാഗം 1. അവർ ജെറൂസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവുമലയ്ക്ക് സമീപമുള്ള ബേത്ഫഗെ, ബെഥനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ 2 ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചൊല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി. ഏറ്റവും സ്നേഹമുള്ളവരെ, ഏപ്രിൽ 13-ാം തീയതി ഓശാന ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ചത്തേക്കുള്ള ഒരുക്കമാണ് ഇന്ന് 6-ാം തീയതി ഞായറാഴ്ച നമ്മൾ ആരംഭിക്കുന്നത്. ഈ വചനഭാഗം ജെറൂസലേമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനത്തിന്റെ ആരംഭം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു സംഭവമുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് CMI നിർമ്മൽ ഗ്രാം ധ്യാന കേന്ദ്രത്തില് ഞാൻ ശുശ്രൂഷ ചെയ്യുകയാണ്. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ആ കാലഘട്ടത്തില് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛ, എനിക്കൊരു വൈദികനായാൽ കൊള്ളാം. അപ്പോ എന്തിനാണ് നീ വൈദികനാകുന്നത് എന്നൊക്കെ ചോദിച്ചു. അവന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കി. മോനെ എവിടെയെങ്കിലും കയറ്റി വിടാം എന്ന് പറഞ്ഞ് ഞാൻ അവന്റെ ആ കൗൺസിലിംഗ് അവസാനിപ്പിച്ചു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ CMI മൈസൂർ പ്രോവിൻസിൽ നിന്ന് ഒരു വൈദികൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛ, ഞങ്ങൾക്ക് ഈ വർഷം കുട്ടികളെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛ, ഇടുക്കിയില് ഇന്ന സ്ഥലത്ത് ഇന്ന കുടുംബത്തില് ഒരു നല്ല പയ്യനുണ്ട്, അവൻ എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ചതാണ്, ഒരു നിഷ്കളങ്കനായ കുട്ടിയാണ് എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ അന്ന് തന്നെ അപ്പോൾ തന്നെ ആ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് ആ വീട്ടിൽ കണ്ടു, ഈ കുട്ടിയുമായി സംസാരിച്ചു. വളരെ നല്ല കുട്ടിയെന്ന് ബോധ്യമായി. അവനെ CMI സഭയിലേക്ക് സ്വീകരിച്ച് ഇന്ന് ആ മകൻ ഒരു നല്ല വൈദികനായിട്ട് സേവനം ചെയ്യുകയാണ്. വളരെയധികം താലന്തുകളുള്ള, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവവിശ്വാസമുള്ള, പരിശുദ്ധ കുർബാന ഭക്തിയോടെ അർപ്പിക്കുന്ന ഒരു നല്ല വൈദികനാണ്. യേശു പറയുന്നത് എന്താണ്? നിങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുക, ഇടുക്കിയിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുക, അവിടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ കണ്ടെത്തി. യേശുവാണ് ആദ്യം നിർദ്ദേശിക്കുന്നത്, നിങ്ങൾ ഗ്രാമത്തിലേക്ക് പോവുക. ജെറൂസലേമിലേക്ക് അടുത്തെത്തിയപ്പോഴാണ് പറഞ്ഞത്, കർത്താവിന്റെ ഗ്രാമമാണ് ജെറൂസലേം. അവിടെ എത്തിയപ്പോൾ താൻ എന്നും പ്രാർത്ഥിക്കുന്ന സ്ഥലമായ ഒലിവുമലയിലേക്ക്, അവിടെ അടുത്തുള്ള ബേത്ഫഗ, ബെഥനിയ എന്നീ സ്ഥലങ്ങളിലേക്ക് അവൻ 2 ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. ഈ ശിഷ്യന്മാരുടെ പേര് നമുക്കറിയില്ല. പറഞ്ഞയക്കുന്നത് ഒരുപക്ഷെ മെത്രാനായിരിക്കാം, സിസ്റ്റേഴ്സ് ആയിരിക്കാം. ഞങ്ങളുടെ സഭയില് വളരെ വിശുദ്ധിയോട് ജീവിച്ചിരുന്ന ഒരു വൈദികനാണ്. ബീഡച്ചൻ കൊരട്ടിയില് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന വാഴക്കുളം ആശ്രമത്തിലാണ്. അദ്ദേഹം ഒരു വിശുദ്ധനായി തീരുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. എത്രയോ ആളുകളെ സിസ്റ്റേഴ്സ് ആകാൻ പറഞ്ഞു വിട്ടു, എത്രയോ കുട്ടികളെ വൈദികരാകാൻ പറഞ്ഞു വിട്ടു. ആ ബീഡച്ചന്റെ നിർദ്ദേശപ്രകാരം വൈദിക ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് മെത്രാന്മാരായിട്ടുള്ള വൈദികരുണ്ട്, മെത്രാന്മാരുണ്ട്. എന്റെ അനുജൻ അതിനൊരു ഉദാഹരണമാണ്. എന്റെ പെങ്ങള്, കോളേജിൽ പഠിപ്പിക്കുന്ന പെങ്ങള്, SABS കോൺഗ്രിഗേഷനില് സിസ്റ്റർ അനിറ്റ അതിനൊരു ഉദാഹരണമാണ്. അപ്പൊ ദൈവത്തിന്റെ വിളി അറിയുന്നത് മനുഷ്യരിലൂടെയാണ്. ഏലിയ പ്രവാചകന്റെ അടുക്കൽ കിടന്നാണ് സാമുവേൽ ഉറങ്ങുന്നത്. അവൻ കൊച്ചാണ്, 12-13 വയസ്സേ ഉള്ളൂ.
അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അവനെ ദൈവം വിളിക്കുകയാണ്, സാമുവേൽ സാമുവേൽ. ആദ്യം അവനത് മനസ്സിലായില്ല. രണ്ടാമത് വിളിച്ചപ്പോൾ ഏലിയ പ്രവാചകന്റെ അരികിലേക്ക് ചെന്നു, എന്തിനാണ് എന്നെ വിളിച്ചത് നബി എന്ന് ചോദിക്കുകയാ. ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. അപ്പോൾ വീണ്ടും ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ്, സാമുവേൽ സാമുവേൽ. ആ ഏലിയ പ്രവാചകൻ പറഞ്ഞു വിടുകയാണ്, കർത്താവെ അരുളി ചെയ്താലും ദാസനിതാ കേൾക്കുന്നു. ആ കുട്ടിയെ വിളിച്ചത് ദൈവമാണെന്ന് അറിയുന്ന ഒരു പ്രവാചകനാണ്, പ്രായം ചെന്ന മനുഷ്യനാണ്. നമ്മുടെ മാതാപിതാക്കന്മാരാണ്, വൈദികരാണ്, സിസ്റ്റേഴ്സാണ്, കൗൺസിലിംഗ് നടത്തുന്ന ആളുകളാണ്. അപ്പൊ ദൈവത്തിന്റെ വിളി തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ. ശിഷ്യന്മാര് ഈ കഴുതിയെ കാണുന്നതിന് മുമ്പ് യേശു ഈ കഴുതിയെ കണ്ടു. ഈ കഴുതയെ അഴിച്ചു കൊണ്ടുവരാനായിട്ട് പറയുക. ഇന്ന് അഴിക്കുന്ന പ്രക്രിയയാണ് നടക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണം അഴിക്കേണ്ടത്, നമ്മുടെ ദേവാലയങ്ങളിൽ നടക്കണം അഴിക്കേണ്ടത്. അഴിക്കുന്നതിനെ കൊണ്ടുവരേണ്ടത് യേശുവിന്റെ സന്നിധിയിലേക്കാണ്. അപ്പോഴാണ് പറയുന്നത്, ഗുരുവിന് ഇതിനെ ആവശ്യമുണ്ട്. യേശു പറഞ്ഞ വചനമാണ്, ഗുരുവിന് ഇതിനെ ആവശ്യമുണ്ട്. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഓരോ കാര്യത്തിന് ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ വചനം കേൾക്കുന്നവരെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിന് ആവശ്യമുണ്ട്. അൽഫോൻസാമിയെ പോലെ ഒരു സന്യാസിനി സമൂഹത്തിൽ ചേർന്ന് ഒരു വിശുദ്ധിയായി തീരുവാനായിട്ടായിരിക്കാം. അതിൽ കഷ്ടതയുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രോത്സാഹനമുണ്ട്, എല്ലാത്തിലൂടെയും കടന്നു പോകും. ഒരു പുൽക്കൂട്ടിലെ ജനനമുണ്ട്, ഒരു പരസ്യ ജീവിതമുണ്ട്, അതുപോലെ ഒരു കുരിശുമരണം, ഉയർപ്പുമുണ്ട്. ആ ഉയർപ്പിൽ പങ്കുപറ്റുവാനായിട്ടാണ് ഓരോ ദൈവ വിളികളും. നിങ്ങൾ കൊടുക്കുന്നത് എന്തോ അതാണ് ദൈവം സ്വീകരിക്കുന്നത്. നമുക്ക് കത്തോലിക്ക പള്ളികൾ വേണം, നമുക്ക് കത്തോലിക്ക സ്ഥാപനങ്ങൾ വേണം, ക്രിസ്ത്യാനികളുടേതായ ധാരാളമായ കോളേജുകളും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും വേണം. മാത്രമല്ല നല്ല മിഷണറിമാരുണ്ട്. നല്ല മിഷണറിമാർ എത്രയോ ത്യാഗപൂർണമായ ജീവിതമാണ് നയിക്കുന്നത്. നാഗാലാൻഡിലും CMI സഭയുടെ പല മിഷൻ സ്ഥലങ്ങളിലും അരുണാചൽ പ്രദേശിലുമൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ വൈദികരില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമം നിറഞ്ഞ കാര്യം. ഞാൻ അടുത്തു തന്നെ കുറെ നാളത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അരുണാചൽ പ്രദേശിലേക്ക് എന്റെ അനുജൻ ബിഷപ്പായിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ഗുരുവിന് ഇതിനെ ആവശ്യമുണ്ട്. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും, ഒരു കൊച്ചെങ്കിലും തമ്പുരാന്റെ മുന്തിരിത്തോപ്പിൽ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും, ഏതെങ്കിലും കുഞ്ഞുങ്ങള് കർത്താവിന്റെ മുന്തിരിത്തോപ്പിലേക്ക് കാലെടുത്ത് വെക്കുന്നെങ്കിൽ എത്രയോ നല്ലതാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞവരായിരിക്കാം, +2 കഴിഞ്ഞവരായിരിക്കാം. നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. അവിടത്തേക്ക് ഹല്ലേലൂയ പാടുവാൻ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ഡേവിഡ് ജോർജ് എന്ന് പറയുന്ന അച്ഛൻ ജഗത്പൂരില്, മധ്യപ്രദേശില് ക്രിസ്തുവിനെ ആരാധിക്കാൻ വന്ന ജനത്തെ, വചനങ്ങൾ, സമൂഹം ഏതു തരത്തിൽപ്പെട്ട മക്കളാണെന്ന് ഞാൻ പറയുന്നില്ല, അവരാ വൈദികന്റെ കഴുത്തിനിട്ട് ഇടിക്കുന്നത്. അവരെല്ലാം ഒരു സ്ത്രീയാണ് കഴുത്തേലേക്ക് ഇടിക്കുന്നത്. ആ വൈദികന്റെ കഴുത്തിനിട്ട് അടിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ, ഇങ്ങനെയുള്ള പീഡനങ്ങൾ സഹിക്കാൻ യുവത്തിടമ്പുകളെ നിങ്ങൾക്ക് യേശുവിന്റെ മുന്തിരിത്തോപ്പിലേക്ക് കടന്നു വരുവാൻ കഴിയുമോ? ഞാനൊക്കെ വൈദികനായിട്ട് ഒരു 30 വർഷമായി. എന്റെ വീട്ടിൽ 9 മക്കളുണ്ട്. 4 പേര് വൈദിക, 2 പേര് വൈദികരാണ്, 2 പേര് സിസ്റ്റേഴ്സ് ആണ്. എന്റെ അപ്പം മരിക്കുന്നതിന് മുമ്പ് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അത് യൂട്യൂബിലുണ്ട്. കർത്താവേ, അങ്ങയുടെ മുന്തിരിത്തോപ്പിലേക്ക് നല്ല വൈദികരുണ്ടാകട്ടെ, നല്ല സന്യാസികൾ ഉണ്ടാകട്ടെ. നല്ല വൈദികരും സന്യാസികളും ഉണ്ടാകുവാനായിട്ടാണ് ഈ ഓശാന ദിവസം നമ്മുടെ കരങ്ങളിൽ ഗുരുത്തോല ഏന്തിക്കൊണ്ട് ഓശാന 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 ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് നമ്മൾ മുന്നേറുന്നത്. അല്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ല. നമുക്ക് ഈ ലോക ജീവിതം മാത്രമല്ല, സ്വർഗീയ ജീവിതത്തിലേക്ക് മാലാഖമാരെ പോലെ ഓശാന പാടി, ഹല്ലേലൂയ പാടി മുന്നേറുവാനുള്ള വിളിയാണ് നമുക്ക്, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്കുള്ളത്. ദൈവത്തിന്റെ തിരുമുമ്പില് നിർമ്മല ഹൃദയരായിരിക്കാം. നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഓശാനയ്ക്ക് ഒരുങ്ങുന്ന ഈ അവസരത്തില് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സമൂഹങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഇടവകളിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാകട്ടെ. ആ ദൈവവിളി കിട്ടുന്ന ഉറച്ചു നിൽക്കാനും ദൈവവിളിക്ക് പോയവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു നല്ല മനസ്സ്
ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഇടവക സമൂഹത്തിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. കർത്താവിന്റെ മുന്തിരിത്തോപ്പിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഓശാനയുടെ ഒന്നാമത്തെ വചനപ്രഘോഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമേ നന്ദി, ദൈവമേ ആരാധന. ഹല്ലേലൂയ. ഓശാന ഞങ്ങളെ രക്ഷിച്ചാലും.